കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വണ്ടൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പഞ്ചായത്ത് തല പര്യടനങ്ങൾ ആരംഭിച്ചു. ചോക്കാട് പഞ്ചായത്തിലാണ് ആദ്യ പര്യടനം നടത്തിയത്. മമ്പാട്ടുമൂലയിൽ വെച്ച് നടത്തിയ പ്രചരണ പരിപാടി AP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ചെല്ലക്കുടി, മാടമ്പം, പാറൽ, ഒറവൻകുന്ന്, മമ്പാട്ടുമൂല എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഉച്ചയ്ക്ക് മഞ്ഞപ്പെട്ടിയിൽ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം മാളിയേക്കൽ കുന്നിൽ നിന്ന് ആരംഭിച്ച പര്യടനം ചോക്കാട് സമാപിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് പര്യടനങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും ഈ തവണ UDFനാണ് വോട്ട് ചെയ്യുക എന്ന് സ്ഥാനാർത്ഥി AP അനിൽകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിവിധ വശങ്ങളും ഒരു നാടിന്റെ, ഒരു പ്രദേശത്തിന്റെ വികസന കാര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങളും, അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു മതേതര സംവിധാനം ഈ സംസ്ഥാനത്ത് നിലനിൽക്കേണ്ട ആവശ്യം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഇടതുപക്ഷ സഹയാത്രികരുമായ ശ്രീ സച്ചിദാനന്ദൻ പറഞ്ഞു, ഈ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത് എന്ന് ആദ്യം പറഞ്ഞത് അദ്ദേഹമാണ്. പിന്നീട് പല എഴുത്തുകാരും അതിനെ ചുവട് പിടിച്ച ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എഴുത്തുകാരൊക്കെ അത് പറഞ്ഞു. അവരെന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അവരിവിടുത്തെ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 കൊല്ലം കൊണ്ട് മെല്ലെ മെല്ലെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം, നേതാക്കളും ഗവൺമെന്റും ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം സാധാരണ പാർട്ടിയുടെ അണികളിൽ നിന്ന് അകന്നു പോകുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്നത് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ വിമർശനമുണ്ടായി. പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കാണും, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ RSSനേക്കാൾ വലിയ കേഡറാണ് CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സുധാകരനെ പോലെയുള്ള നേതാക്കൾ, അതുപോലെ തന്നെ ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾ തളിപ്പറമ്പിലും പയ്യന്നൂരിൽ നിന്നും മലമ്പുഴയിൽ നിന്നും അതുപോലെ ഒറ്റപ്പാലത്തു നിന്നൊക്കെ നേതാക്കളുടെ ഒരു വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക്. പലരും ഇന്ന് സ്ഥാനാർത്ഥികളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിലെ 10 വർഷത്തെ ഭരണം പാർട്ടി ഗവൺമെന്റിനെ രണ്ടാക്കി മാറ്റി. പാർട്ടിക്ക് ഒരു സ്വാധീനമില്ലാത്ത ഒരു ഗവൺമെന്റായി. ഗവൺമെന്റിന്റെ താൽപര്യമെന്ന് പറയുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബ താൽപര്യങ്ങൾക്കപ്പുറത്ത് ഗവൺമെന്റിന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരമൊരു ഗവൺമെന്റ് ഇനി ഇവിടെ വേണ്ട എന്ന് കമ്മ്യൂണിസ്റ്റുകൾ വരെ ചിന്തിച്ചു. ഞാൻ ഉറപ്പു പറയുന്നു, കുറേയേറെ നേതാക്കളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുവന്നതെങ്കിൽ ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ UDFകാർ മാത്രമല്ല LDFകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. യാതൊരു തർക്കവുമില്ല. ആ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് അഴിമതി കഥകൾ, അതൊക്കെ നമുക്ക് എണ്ണി പറഞ്ഞാൽ ഒരുപാട് സമയം വേണം. ആ അഴിമതികളൊക്കെ തന്നെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള കേസിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ BJPയുമായിട്ട് ഒരു ധാരണ വേണം. അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡീല്. എന്താ കേരളത്തിന്റെ സ്വഭാവം? നമുക്ക് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കുന്നവരാണ്. നമുക്ക് ഏത് കാര്യത്തിലാണ്? കേരളത്തിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പാടില്ല, BJP ഉയർത്തുന്ന രാഷ്ട്രീയം കേരളത്തിൽ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. CPMനും തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ 10 വർഷം കൊണ്ട് അതിന് മാറ്റം വന്നു. ഇന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം UDFനെ പരാജയപ്പെടുത്താൻ BJPയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് CPMന് BJPക്ക് 4 സീറ്റ് CPM സഹായിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. നിയോജകമണ്ഡലം UDF ചെയർമാൻ P. ഖാലിദ് മാസ്റ്റർ, ജോജി K. അലക്സ്, AP രാജൻ, ബാബു മണി, BK മുജീബ്, P. ഹംസ കുഞ്ഞാപ്പു, ശാന്തഗോപാലൻ, ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, സലാം മമ്പാട്ടുമൂല, മുപ്ര ഷറഫുദ്ദീൻ, ഷൈജൽ എടപ്പറ്റ, AP അബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.
സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945198.